വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ഈ ഒരാഴ്ച നമ്മളെല്ലാവരും ഞെട്ടിച്ചൊരു ബ്രാൻഡ് നമ്മുടെ മാരുതി സുസുക്കിയാണ്. കാരണം ആദ്യമേ നമ്മൾ പുതിയ ഡിസൈറിൻ്റെ ആ ഒരു ലുക്ക് കണ്ട് ഞെട്ടി. അത് കഴിഞ്ഞ് ഗ്ലോബൽ എൻക്യാപ്പ് അതിന് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തു. അങ്ങനെ സേഫ്റ്റിയിലെന്ന് പറഞ്ഞാൽ മാരുതിക്ക് സേഫ്റ്റിയായി നല്ലപോലെ ലുക്കുള്ള, നല്ല ഫീച്ചേഴ്സുള്ള, നല്ല സേഫ്റ്റിയുള്ള, നല്ല മൈലേജുള്ള ഒരു വണ്ടിയായിട്ട് മാരുതി മാർക്കറ്റിൽ വന്ന് എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇനി മാർക്കറ്റിൽ നല്ലപോലെ സക്സസ് ആകാൻ പോകുന്ന, നല്ലപോലെ സെയിൽ കിട്ടാൻ പോകുന്നൊരു വണ്ടിയായിരിക്കും ഏറ്റവും പുതിയ ഡിസൈർ. ഇനി വരുന്ന കാലം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു സബ് 4 മീറ്റർ വണ്ടികളുടെ കാലമായിരിക്കും. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് മാരുതി കൊണ്ടുവന്നേക്കുന്നത്. അപ്പം അതിന് എതിരാളി എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല, പക്ഷേ അതിന് പറ്റിയൊരു എതിരാളിയായിട്ട് നമ്മുടെ ഹോണ്ട വന്നിട്ടുണ്ട്. ഹോണ്ട അവരുടെ ഏറ്റവും പുതിയ അമേസിൻ്റെ സ്കെച്ചും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ആ ഒരു ലുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം വെറും ഒരു സ്കെച്ച് മാത്രമേ പുറത്തു വിട്ടുള്ളൂ. ആ ഒരു സ്കെച്ചിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആ ഒരു സ്കെച്ച് നോക്കിയാൽ നല്ല നീളമുള്ള വണ്ടിയാണ്, നല്ല വീതിയുണ്ട്, നല്ല സ്റ്റാൻഡ്സാണ് വണ്ടിക്ക് കിട്ടിയേക്കുന്നത്. അങ്ങനെ നല്ല പ്രൊപ്പോർഷനാലിറ്റിയിലാണ് വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ അവർ ആ ഒരു സ്കെച്ച് കൊടുത്തേക്കുന്നത്. പ്രൊഡക്ഷൻ മോഡൽ വരെ നിർത്ത് ഇതുമായിട്ട് ഒരുപാട് മാറ്റം കാണാം. എന്ത് തന്നെ വന്നാലും ഒരു സബ് 4 മീറ്റർ കാർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ലെങ്തൊക്കെ കറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വണ്ടിക്ക് ചെറിയൊരു ആ ഒരു പ്രൊപ്പോർഷനാലിറ്റി എവിടെയെങ്കിലുമൊക്കെ വ്യത്യാസം കാണും, ആ ഒരു നീളം കുറവായതുകൊണ്ട് തന്നെ. അതേപോലെ തന്നെ 15 ഇഞ്ച് അലോയ് വീലൊക്കെയായിരിക്കും ആ ഒരു പ്രൊഡക്ഷൻ മോഡൽ വരാൻ സാധ്യതയുള്ളത്. എങ്കിലും ആ ഒരു ലുക്ക് നോക്കുകയാണെങ്കിൽ ഹോണ്ടയുടെ തന്നെ ഗ്ലോബലിയുള്ള എല്ലാ വണ്ടികളും ഇൻസ്പയർ ചെയ്യാണ് അവർ ഈ ലുക്ക് കൊണ്ടുവന്നേക്കുന്നത്. ഫ്രണ്ട് നോക്കിയാൽ നമുക്ക് ഗ്ലോബലിയുള്ള ആ ഒരു അക്കൗണ്ട് ലുക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വലിയ ആ ഒരു ഗ്രില്ലും ചെറിയ ഹെഡ് ലാമ്പൊക്കെ ആ ഒരു അക്കൗണ്ട് പോലെ നമുക്ക് തോന്നിയേക്കുന്നത്. അതിലൊരു DRലും അവർ കൊടുത്തിട്ടുണ്ട്. ഇനി റിയർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും പുതിയ ഹോണ്ട സിട്ര പോലെയാണ് ഇതിൻ്റെ റിയർ ഇരിക്കുന്നത്. ഏകദേശം ഹോണ്ട സിറ്റിയുടെ ലുക്കാണ് നമുക്ക് ആ ഒരു റിയറിൽ നിന്ന് കിട്ടുന്നത്. എക്സ്റ്റീരിയർ മാത്രമല്ല ഇൻറ്റീരിയറും അവർ ആ ഒരു സ്കെച്ചിൽ കാണിച്ചായിരുന്നു. പക്ഷേ ഇൻറ്റീരിയേഴ്സ് നോക്കാൻ നേരത്ത് ഏതാണ്ട് നമ്മുടെ എലിവേറ്റ് പോലെ തന്നെ ഇരിക്കുന്നത്. വണ്ടിയുടെ മൊത്തത്തിലുള്ള ഡിസൈൻ നമ്മുടെ എലിവേറ്റുമായിട്ട് ഏതാണ്ട് സിമിലർ ആണ്. പക്ഷേ ആ വണ്ടി വരാൻ നേരത്ത് ആ ഒരു മെറ്റീരിയലിലും അതേപോലെ തന്നെ കളർ തീമിലൊക്കെ നല്ലപോലെ തന്നെ മാറ്റം കാണും. ഇപ്പോൾ ആ ഒരു AC വെൻ്റ് നോക്കിയാലും അതേപോലെ തന്നെ ടച്ച് സ്ക്രീൻ നോക്കിയാലും എല്ലാം നമ്മുടെ ആ ഒരു എലിവേറ്റുമായിട്ട് സെയിം തന്നെയാണ്. എലിവേറ്റിൽ കണ്ട ആ സെയിം 8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും കിട്ടിയേക്കുന്നത്. ഇനി ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ ഒരു അനലോഗ് പ്ലസ് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് ഇതിൽ വന്നേക്കുന്നത്. അതും ഏതാണ്ട് ആ ഒരു എലിവേറ്റും ഹോണ്ട സിറ്റിയൊക്കെയായിട്ട് സിമിലർ തന്നെയാണ് ഇതിൽ വന്നേക്കുന്നത്. സ്റ്റിയറിംഗ് നോക്കിയാലും ഏതാണ്ട് നമ്മുടെ ആ ഒരു എലിവേറ്റിൻ്റെ പോലത്തെ ഡിസൈനാണ് നമ്മുടെ ഏറ്റവും പുതിയ അമേസിലും വരാൻ പോകുന്നത്. മാരുതി അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഹോണ്ടയും ഫീച്ചേഴ്സിലൊന്നും പിശകുതരം കാണിക്കത്തില്ല. നല്ലൊരു കോമ്പറ്റീഷൻ ഈ രണ്ട് വണ്ടികളും തമ്മിൽ കാണും. ഇപ്പോൾ ഈ ഒരു അമേസ് നോക്കിയാണെങ്കിൽ വയർലെസ് ചാർജിങ്ങും വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ കൊണ്ടായെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ORVMs ഒക്കെ ആയിരിക്കും വണ്ടിയിൽ വരാൻ പോകുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇതിൻ്റെ ആ ഡാഷ്ബോർഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ലെയിൻ കീപ്പിംഗ് അസിസ്റ്റൻ്റ് ആ ഒരു സൈൻ കാണാൻ പറ്റും. ഈ ഒരു വണ്ടിയിൽ അഡാസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് അഡാസ് വരാൻ പോകുന്നത് നമ്മുടെ ഹോണ്ട അമേസിലായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ കൊല്യൂഷൻ വാർണിംഗ് വരും, ലൈൻ കീപ്പിംഗ് വാർണിംഗ് വരും, അതേപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് അഡാസ് ഫീച്ചേഴ്സ് വരാൻ പോകുന്നത് നമ്മുടെ അമേസിലായിരിക്കും. പിന്നെ എഞ്ചിനിൽ വലിയ മാറ്റമൊന്നും കാണത്തില്ല. ഇപ്പം നമ്മൾ കാണുന്ന ആ ഒരു സെയിം എഞ്ചിൻ തന്നെയായിരിക്കും ഈ വണ്ടിയിൽ വരാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത്. അതായത് ആ ഒരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, അതിന് ഏകദേശം 90 PS പവറുണ്ട്, 110 Nm ടോർക്കുണ്ട്. അതായത് പവർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിസൈറിനേക്കാളും കൂടുതൽ വരുന്നത് അമേസിനാണ്. നിലവിൽ ആ ഒരു അമേസിൻ്റെ വില നോക്കുകയാണെങ്കിൽ 7.2 ലാഖിലാണ് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ആ ഒരു പ്രൈസിലായിരിക്കും, അല്ലെങ്കിൽ ഒരു 10 രൂപേൻ്റെ കൂടുതലായിട്ട് ഒരു 7.5 ലാഖിലായിരിക്കും ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.